അനന്ത കോടി നക്ഷത്രങ്ങൾക്കിടയിൽ നമ്മൾ തനിച്ചാണ്. പതിറ്റാണ്ടുകളായി ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അമേരിക്കയിലെ പെന്റഗൺ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുകയാണ്. ആഴക്കടലിലെ രഹസ്യങ്ങളെക്കാളും അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള കഥകളെക്കാളും ഉദ്വേഗജനകമായ ഒരു വെളിപ്പെടുത്തലിന് അമേരിക്കൻ ഭരണകൂടം കളമൊരുക്കുന്നുവെന്ന് സാരം. ഇതുവരെ ടോപ്പ് സീക്രട്ട് എന്ന് മുദ്രകുത്തി പെന്റഗൺ പൂഴ്ത്തിവെച്ചിരുന്ന UFO അഥവാ UAP ഫയലുകൾ ജനങ്ങൾക്ക് മുന്നിലെത്താൻ പോകുന്നു. ഇത് വെറും ഒരു വെളിപ്പെടുത്തലല്ല, മറിച്ച് അമേരിക്കൻ പ്രതിരോധ നിയമത്തിലെ ചില അതീവ രഹസ്യമായ പഴുതുകൾ ഉപയോഗിച്ച് പെന്റഗണിന്റെ ഗേറ്റ് കീപ്പർമാരെ പോലും നിശബ്ദരാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ്. അന്യഗ്രഹ ബുദ്ധിശക്തിയും തകർന്നു വീണ പറക്കും തലകകളും ഇനി വെറും ഒരു സയൻസ് ഫിക്ഷൻ കഥയല്ല, മറിച്ച് ഔദ്യോഗിക രേഖകളായി മാറാൻ പോകുന്ന ആ ചരിത്ര നിമിഷത്തിലേക്കാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് എന്ന പ്രതിരോധ നിയമത്തിലെ പുതിയ വ്യവസ്ഥകളാണ് പെന്റഗണിന് വിനയായിരിക്കുന്നത്. തിരിച്ചറിയാൻ കഴിയാത്ത അനോമലസ് പ്രതിഭാസങ്ങളെ സംബന്ധിച്ച എല്ലാ രേഖകളും വ്യവസ്ഥാപിതമായി തരംതിരിച്ചു പുറത്തുവിടണമെന്ന് ഈ നിയമം നിർബന്ധമാക്കുന്നു. ഇത്രയും കാലം കോൺഗ്രസ് സമിതികളെ പോലും വിവരങ്ങൾ നൽകാതെ തടസ്സപ്പെടുത്തിയിരുന്ന പെന്റഗണിന് ഇനി ഏകപക്ഷീയമായി കാലതാമസം വരുത്താൻ കഴിയില്ല. ഈ നിയമപരമായ സമയപരിധി ലംഘിച്ചാൽ അത് ഗുരുതരമായ ഭരണഘടനാ ലംഘനമായി മാറും. അതുകൊണ്ട് തന്നെ പെന്റഗണിന്റെ രഹസ്യ അറകളിലെ ഫയലുകൾക്ക് മേൽ ജനപ്രതിനിധികൾ പിടിമുറുക്കി കഴിഞ്ഞു. പരമ്പരാഗതമായി ഇത്തരം വിവരങ്ങൾ പുറത്തുവിടണോ എന്ന് തീരുമാനിച്ചിരുന്നത് പ്രതിരോധ വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു. എന്നാൽ പുതിയ നിയമം ഈ അധികാരം അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ്. UAP രേഖകൾ നേരിട്ട് നാഷണൽ ആർക്കൈവ്ഡ് ആൻഡ് റെക്കോർഡ്സ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കൈമാറാനാണ് നിർദ്ദേശം. ഇതോടെ പെന്റഗണിന് ഫയലുകൾ തടഞ്ഞു വെക്കാനുള്ള അവസാന ഗേറ്റ് കീപ്പർ എന്ന പദവി കൂടി നഷ്ടമാവും. രേഖകൾ നേരിട്ട് ആർക്കൈവ്സിലേക്ക് എത്തുന്നതോടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. ബ്യൂറോക്രസിയുടെ തടസ്സങ്ങൾ നീക്കി വിവരങ്ങൾ സുതാര്യമാക്കാനുള്ള ഈ നീക്കം പെന്റഗണിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിലെ ഗാങ് ഓഫ് 8 എന്നറിയപ്പെടുന്ന ഉന്നത സമിതിക്ക് റിപ്പോർട്ട് ചെയ്യാത്ത ഏതൊരു രഹസ്യ UFO പ്രോഗ്രാമുകളുടെയും ഫണ്ടിംഗ് റദ്ദാക്കാനാണ് നിയമത്തിലെ മറ്റൊരു കർശന വ്യവസ്ഥ. അൺഅക്നോളജ്ഡ് സ്പെഷ്യൽ ആക്സസ് പ്രോഗ്രാമുകളെയാണ് ഇത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഗവൺമെന്റോ സ്വകാര്യ കോൺട്രാക്ടറോ നടത്തുന്ന UAP ഗവേഷണങ്ങൾക്ക് ഫെഡറൽ ഫണ്ടിംഗ് വേണമെങ്കിൽ അവയുടെ പൂർണ്ണ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇത് രഹസ്യമായി പണം ചിലവഴിച്ച് നടത്തുന്ന ഗവേഷണങ്ങളുടെ അടിവേരറക്കുന്ന തീരുമാനമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. ലോക്ഹീഡ് മാർട്ടിൻ, നോർത്ത്രോപ്പ് ഗ്രൂമൻ തുടങ്ങിയ വമ്പൻ പ്രതിരോധ കരാറുകളാണ് ഈ നിയമം കണ്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. മനുഷ്യേതര ബുദ്ധി വീണ്ടെടുക്കപ്പെട്ട വിദേശ സാങ്കേതിക വിദ്യകൾ എന്നിവ കൈവശം വെച്ചിട്ടുള്ള കമ്പനികൾക്ക് മേൽ വലിയ നിയമപരമായ ബാധ്യതയാണ് ഇത് സൃഷ്ടിക്കുക. സർക്കാർ മേൽനോട്ടത്തിന് പുറത്ത് ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഇനി മുതൽ നിയമവിരുദ്ധമാവും. ഇത് കോർപ്പറേറ്റ് ലോകത്തെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിലേക്കും വിശ്വാസവിരുദ്ധ അന്വേഷണങ്ങളിലേക്കും ഒരു പക്ഷേ നയിച്ചേക്കാം. സ്വകാര്യ ഗവേഷണ വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് UFO റിവേഴ്സ് എഞ്ചിനീയറിംഗ് മറച്ചുവെക്കുന്ന തന്ത്രത്തിനും ഇതോടെ അന്ത്യമാവും. അപാകതകളുള്ള ഏതൊരു സാങ്കേതിക വിദ്യയ്ക്കായി ഉപയോഗിക്കുന്ന പണത്തിന്റെയും കൃത്യമായ കണക്ക് ഇനി ബോധിപ്പിക്കേണ്ടതായി വരും. സ്വകാര്യ കോർപ്പറേറ്റ് ലെഡ്ജറുകൾ ഫെഡറൽ പരിശോധനയ്ക്ക് വിധേയമാകുന്നതോടെ പതിറ്റാണ്ടുകളായി മറച്ചുവെച്ച പല സാങ്കേതിക രഹസ്യങ്ങളും ഒരു പക്ഷേ പുറത്തു വന്നേക്കാം. ഇത് പ്രതിരോധ മേഖലയിലെ ഓഹരി വിപണിയെ പോലും അസ്ഥിരപ്പെടുത്തിയേക്കാവുന്ന വലിയൊരു മാറ്റം കൂടിയാണ്. നാഷണൽ ആർക്കൈവ്സ് വഴിയുള്ള വെളിപ്പെടുത്തലുകൾക്ക് NDAA സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് ട്രംപിന്റെ 2026 ഫെബ്രുവരിയിലെ എക്സിക്യൂട്ടീവ് നിർദ്ദേശപ്രകാരം ഈ പ്രക്രിയയെ വേഗത്തിലാക്കി. വർഷങ്ങളോളം നീളുന്ന ബ്യൂറോക്രാറ്റിക് പരിശോധനകളെ മറികടന്ന് പ്രസിഡന്റിന്റെ അന്തിമ അധികാരം ഉപയോഗിച്ച് വിവരങ്ങൾ ഉടൻ പുറത്തുവിടാനാണ് നീക്കം. ഇത് വാൾസ്ട്രീറ്റിലെ നിക്ഷേപകർക്കിടയിൽ വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടു കഴിഞ്ഞു. കുത്തകയാക്കി വെച്ചിരിക്കുന്ന വിദേശ സാങ്കേതിക വിദ്യകൾ വെളിപ്പെട്ടാൽ പിന്നെ അത് പ്രതിരോധ കരാറുകാർക്കിടയിൽ വലിയ വക്കീൽ വ്യവഹാരങ്ങൾക്കും ഓഹരി ഉടമകളുടെ പ്രതിഷേധത്തിനും കാരണമാവും. നാം ഇതുവരെ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ നിയമപരമായ നീക്കങ്ങൾ നമ്മെ നയിക്കുന്നത്. പെന്റഗണിന്റെ രഹസ്യ അറകളിലെ പൂട്ടുകൾ നിയമം കൊണ്ട് തകർക്കപ്പെടുമ്പോൾ പുറത്തുവരുന്നത് മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വിവരങ്ങളാവാം. വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ വെറുമൊരു കൗതുകമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചും നാം കൈവശം വെച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഉറവിടത്തെക്കുറിച്ചുമുള്ള സത്യങ്ങൾ കൂടിയായിരിക്കാം. നിയമത്തിലെ ഈ പഴുതുകൾ പൂട്ടുന്നത് വഴി അമേരിക്കൻ ജനതയും ലോകവും സത്യത്തിലേക്ക് ഒരു ചുവട് കൂടി അടുക്കുകയാകാം. ആ രഹസ്യങ്ങൾ പുറത്തുവരുന്ന നിമിഷത്തിനായി ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. നമുക്കും കാത്തിരിക്കാം.